السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ 111-ാമത്തെ അധ്യായം സൂറത്തുൽ ലഹബ്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ, അവൻ തീർച്ചയായും നശിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സ്വത്തും അവൻ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടിയ എന്തും അവന് പ്രയോജനപ്പെട്ടിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വാലയുള്ള കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ പിറകേട് പ്രവേശിക്കും. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്, വിറക് ചുമക്കുന്ന അഥവാ അപവാദവുമായി നടക്കുന്ന അവൻ്റെ ഭാര്യ ഉമ്മു ജമീലും നരകത്തിൽ പ്രവേശിക്കും. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയ കയറുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. മഹാനവറുകൾ പറയുകയാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരു ആയത്തിറക്കുകയാണ്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ തങ്ങളുടെ അടുത്ത കുടുംബക്കാർക്ക് ഇൻദാറ് നടത്തണം. നരകത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് നബിയെ തങ്ങൾ മുന്നറിയിപ്പ് നടത്തണം എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് ഒച്ചത്തിൽ തൻ്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ബനു ഹാഷിമും ബനു മുത്തലിബും ബനു അബ്ദുമനാഫും എല്ലാവരും അവിടത്തേക്ക് ഒരുമിച്ച് കൂടിയതിനു ശേഷം മുത്തുനബി അവരോട് ചോദിക്കുകയാണ്, അറഅയ്തുക്കും ലൗ അഖ്ബർതുക്കും അന്ന ഖൈലൻ തഖ്റുജു ബിസഫ്ഹി ഹാദൽ ജബൽ അകുൻതും മുസദ്ദിഖിയ, ഈ കാണുന്ന പർവ്വതത്തിൻ്റെ പിറകിൽ ഒരു കുതിരപ്പടയാളി സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന ചോദ്യം കേൾക്കുമ്പോൾ അവർ മറുപടി പറയുകയാണ്, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബിന അലൈക കദിബ, തങ്ങൾ ഇതുവരെ ഒരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ നബി തങ്ങൾ അവരോട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, ഇതിനേക്കാളും വലിയ സംഭവം അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, എന്നാൽ നിങ്ങൾക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്, പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ശിക്ഷയുണ്ട്, ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രവാചകനാണ് ഞാൻ എന്നുള്ള വിവരം അവിടെ അവതരിപ്പിച്ചപ്പോൾ ആ സമയം തന്നെ അവരുടെ നേതാവ് അബൂലഹബ് പറയുകയാണ്, തബ്ബല്ലക് അലിഹാദാ ജമഅതന, നീ നശിച്ചു പോകട്ടെ, നിനക്കാണ് നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെയൊക്കെയും ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. ബഹുമാനപ്പെട്ട ഹുമൈദി റളിയല്ലാഹു അൻഹു അവരല്ലാത്തവരും പറയുന്നു, ഫലമ്മാ സമയത്ത് ഇംറഅതുഹു, അവൻ്റെ ഭാര്യ ഈ ഒരു സൂറത്ത് ഇറങ്ങിയ വിവരം അറിഞ്ഞപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ പരിസരത്ത് ഇരിക്കുന്നു. കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവളുടെ കയ്യിൽ വലിയ പാറക്കല്ലിൻ്റെ കഷ്ണമുണ്ട്. അവൾ അത് പിടിച്ച് നബി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ പോകുമ്പോഴേക്കും അല്ലാഹു തആല അവളുടെ കാഴ്ച എടുത്തു മാറ്റി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനില്ല. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയാണ്, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എവിടെ? അവൻ്റെ കയ്യിൽ, അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന കല്ലുകൊണ്ട് ആ മുഹമ്മദിൻ്റെ വായ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ വീമ്പളക്കി അവൾ നബി തങ്ങളെ കാണാതെ തിരിച്ചുപോയി. അതിനുശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ, അവൾ തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങൾ അവളെ കണ്ടിരുന്നല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൾക്ക് എന്നെ കാണാൻ സാധിച്ചിട്ടില്ല, കാരണം അല്ലാഹു തആല എന്നെ തൊട്ട് അവളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഈ സൂറത്തിലുള്ള തബ്ബത്ത് യദാ അബീ ലഹബിൻ, അവിടെയുള്ള തബ്ബ് എന്നുള്ള വാക്ക് നാശത്തിന് വേണ്ടി, പരാജയപ്പെട്ടു, നശിച്ചു എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന വാക്കാണത്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഫർറാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇവിടെ ആദ്യം പറഞ്ഞ തബ്ബത്ത് എന്നുള്ളത് ദുആഇൻ്റെ മാനാക്കാണ്, നശിച്ചു പോകട്ടെ. രണ്ടാമത് പറയുന്നത് നശിച്ചിരിക്കുന്നു എന്നുള്ള ഖബറായിട്ടാണ് മഹാനവറുകൾ അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ മുഴുവനുമായി നശിച്ചു പോകട്ടെ എന്ന് തന്നെയാണ്. കാരണം അവൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ആണ് അല്ലാഹു തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റ് പണ്ഡിതന്മാരൊക്കെ പറയുന്നതായി കാണാം, ആ നബിതങ്ങളെ ആക്ഷേപിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലുകൊണ്ട് നബിതങ്ങളുടെ കാലിനെറിയുകയും അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല അവൻ്റെ കൈകളെ പ്രയോഗിച്ചത് എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഏതായാലും ഇനിയിവിടെ അബൂലഹബ്, അവൻ്റെ ശരിയായ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. നബി തങ്ങളുടെ പിതൃവ്യനാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ ഭാര്യ ഉമ്മു ജമീലാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ സഹോദരിയായ ഉമ്മു ജമീലാണ് അവൻ്റെ ഭാര്യ. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുത പുലർത്തിയവരുമായിരുന്നു. പിന്നെ ഇവിടെ അബൂലഹബ് എന്ന് ഉപയോഗിക്കാൻ കാരണം, അബ്ദുൽ ഉസ്സ എന്ന് പേരുള്ളതോടുകൂടി അല്ലാഹു തആല ഖുർആനിൽ അവൻ്റെ ശരിയായ പേര് ഉപയോഗിച്ചില്ല. അതിൻ്റെ പല കാരണങ്ങളും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത്, ലഹബ് എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്നത്, നരകത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അല്ലാഹു തആല അതിൻ്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ പിറകേട് നരകത്തിലേക്ക് എന്തായാലും പ്രവേശിക്കുമല്ലോ. അപ്പോൾ അതിനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ അബൂലഹബ് എന്ന് പ്രയോഗിച്ചത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തും അവൻ്റെ മുതലും ഒന്നും അവർക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ നരകം കൊണ്ടുള്ള മുന്നറിയിപ്പ് നടത്തിയപ്പോൾ ആ സമയത്ത് അബൂലഹബ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹോദരൻ്റെ മകൻ പറയുന്നത് സത്യമാണെങ്കിൽ, സത്യമായി പുലരുകയാണെങ്കിൽ ഫഇന്നി ഉഫ്ദി നഫ്സി ബിമാലി വവലദി, ഞാൻ പരലോകത്ത് വെച്ച് എൻ്റെ സമ്പത്തും എനിക്കുള്ള മക്കളെയും ഒക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള ഒരു വാചകം അവൻ നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്നിറങ്ങിയത് എന്ന് പറയുന്നു. ഇനി സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിയെരിയുന്ന ആ ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവൻ ചെന്നെത്തും. ദാത്ത് ഇഷ്തിആലിം വ തലഹുബിൻ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അവൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, വിറക് ചുമക്കുന്ന പെണ്ണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഇവിടെ പറയുന്നത് അൽ മുറാദ് ബി ഹമ്മാലത്തുൽ ഹതബ്, അവിടെ ഹമ്മാലത്തുൽ ഹതബ് വിറക് ചുമക്കുന്നവൾ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം കാനത്ത് തംഷി ബിൻ നമീമത്തി ബൈനന്നാസ്, അവൾ ജനങ്ങളുടെ ഇടയിൽ നമീമത്ത് കൊണ്ട് ഏഷണിയുമായി നടക്കുന്ന ഒരു പെണ്ണാണ്
അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. ബഹുമാനപ്പെട്ട അക്തം ബിൻ സൈഫി റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വന്നമീമത്ത ഫഇന്നഹാ നാറും മഹ്രിക, തീർച്ചയായും നിങ്ങൾ ഇയ്യാക്കും വന്നമീമത്ത, നിങ്ങളെയും നമീമത്തിനെ സൂക്ഷിക്കണം. ഫഇന്നഹാ നാറും മഹ്രിക, തീർച്ചയായും നമീമത്ത് എന്നുള്ളത് അത് കരിച്ചു കളയുന്ന ഒരു തീയാണ്. അപ്പോൾ അങ്ങനെ കരിച്ചു കളയുന്ന വിറകിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറഞ്ഞതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനത്ത് തഈറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൾ എപ്പോഴും ദരിദ്രൻ, ഒന്നുമില്ലാത്ത ആൾ എന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു, ആക്ഷേപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിലോ വലിയ സമ്പത്തിൻ്റെ ഉടമയുമാണ്. അതോടുകൂടി അവൾ വിറകിനെ ചുമക്കുന്ന പെണ്ണായതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ആക്ഷേപസ്വരമായിട്ട് അല്ലാഹു തആല ഹമ്മാലത്തുൽ ഹതബ് എന്ന് ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ലഹാഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ പറയുന്നു, കാനത്ത് തഹ്മിലുൽ ഉലാഹ വശൗക, അവൾ ഒരുപാട് മുള്ളുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂട്ടി അവളുടെ പെരടിയിൽ ചുമന്നുകൊണ്ട് വന്ന് രാത്രി സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും നടന്നു പോകുന്ന വഴിയിലൊക്കെ അവൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിങ്ങനെ വഴിയിൽ വെച്ച് ചവിട്ടും. പക്ഷേ നബി തങ്ങൾ ചവിട്ടുന്നത് കമായത്തുൽ ഹരീർ, ഒരു പട്ട് വസ്ത്രത്തിനെ ചവിട്ടുന്നത് പോലെയാണ് ഈ മുള്ളുകളൊക്കെ ചവിട്ടുക. നബി തങ്ങൾക്ക് ഒന്നും പറ്റാറില്ല. അങ്ങനെ ഒരു ദിവസം ഇവൾ ഈ വിറക് കെട്ടുമായി ചുമന്നു വരുന്ന സമയത്ത് ഒരു വഴിയിൽ ഇരിക്കുകയും ആ വിറക് കെട്ടിനൊരു കല്ലിൻ്റെ പരിസരത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്തു. ആ സമയത്ത് ആ കല്ലിനെ ഒരു മലക്ക് വന്നുകൊണ്ട് വലിച്ചു പോവുകയും അത് മുറുകിക്കൊണ്ടാണ് അവൾ മരണപ്പെടുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഫീ ജീദിഹ ഹബിലും മിൻ മസദ്, അവളുടെ പെരടിയിൽ മസദിനാലുള്ള ഈന്തപ്പന നാരിനാലുള്ള കെട്ടുണ്ട്. ഫി ഉനുഖിഹ ഹബിലും മിൻ ലീഫ്, ബഹുമാനപ്പെട്ട ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ മസദ് എന്ന് പറഞ്ഞാൽ അത് യമനിൽ മുളച്ചു വരുന്ന ഒരു മരമാണ്. ആ മരത്തിൽ നിന്നുണ്ടാക്കുന്ന കയറിനാണ് മസദ് എന്ന് പറയുക. അപ്പോൾ ഏതായാലും ഈ സൂറത്തിലൂടെ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തിയവർക്ക്, ആക്ഷേപിക്കുന്നവർക്ക് വലിയൊരു താക്കീതാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന, സ്നേഹം വെക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമേകുന്ന സൂറത്താണ്. അവർ ധാരാളം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാവിധ ആശയങ്ങളും സൂറത്തുകളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.